നമസ്തേയോ ഹലോ ഗൈസ്. അപ്പോൾ നമ്മളുടെ ഇത് പാർട്ട് 2 ആണ്. നമ്മളതിൻ്റെ അകത്ത് കുടുങ്ങിയിട്ട് ഇച്ചിരി നേരമായോ. എടാ സോംബിയൊന്നും വരാതിരുന്നാൽ കൊള്ളായിരുന്നു. നമ്മൾ കുറേ വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോംബി വന്നാലും സോംബിക്ക് പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റില്ല. ശ്വസിക്കുക. നമുക്ക് ധൈര്യം ഇമ്മ്യൂണി കുറവാണ്. ഇവിടെ നമ്മൾ ഒളിക്കാനുള്ള കുട്ടി സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കയറി ഒളിക്കുക. സോമിൻ്റെ സൗണ്ട് കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. നമ്മൾ മിക്കവാറും മണ്ണിന് കുഴിഞ്ഞിരിക്കുന്ന സ്വഭാവമാണ്. നമുക്ക് ഇതൊക്കെ ഉള്ളൂ. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ട ക്രാഫ്റ്റിംഗ് ടേബിളാണ്. ഈ സാധനം വേണം. അപ്പോൾ ഈ സാധനം ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഈ സാധനമില്ലേ, ഈ വുഡ് വേണം. ഈ വുഡ് ഉണ്ടാക്കാൻ എന്ത് വേണം? നമുക്ക് ധൈര്യം വെച്ചിരിക്കും. എന്താ സൗണ്ട് ഇല്ലേ? സ്ട്രീം ലെവലാണല്ലോ. ഓക്കെ. Oh my God. എൻ്റെ കണ്ണ്. നമ്മുടെ പേര് തന്നെ വന്നിട്ട് അനശ്വര എന്നാണ്. കണ്ടില്ല, നമ്മുടെ പേര് തന്നെ കൊടുത്തു. നോക്കട്ടെ, ചാടി പോയാലോ. നമുക്ക് അവിടെ ഒരു ഓപ്പണിങ് കൂടി വെച്ചാൽ ഇവിടെ നടുക്കായിട്ട്. ഓക്കെ. സോമിൻ്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. നമ്മുടെ അണ്ടർഗ്രൗണ്ട് ഹൗസ് ആട്ടോ. ഇതങ്ങ് മൂടിയേക്കും. കുറച്ച് നടുക്ക് വയ്ക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമുക്കിനി വെയിറ്റ് ചെയ്യാം ഗൈസ്. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ നമ്മളൊരു കുട്ടി ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മോർണിംഗ് ആവാറായി. മോർണിംഗ് ആവാറായി ഗൈസ്. മോർണിംഗ് ആവാറായി. ചിക്ക് ചിക്കാ ചിക്ക് ചിക്കാ ചിങ് ചിക്കാച്ചി. നമ്മൾ ഈ മരത്തിൻ്റെ ഇടയിലാണ് വിട്ടത്. അതുകൊണ്ട് മരത്തിൻ്റെ ഇടയിൽ അല്ലാണം ഒളിച്ചിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. വട്ടം വരുന്നേ ഉള്ളൂ. നമ്മൾ അണ്ടർഗ്രൗണ്ടിലായിരുന്നു നിന്നത്. ഇനിയും അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ് നിൽക്കാനുള്ള പ്ലാന്. ഇത് പതുക്കെ സെറ്റാക്കാം. ഞാനായിട്ട് ഇതൊന്നങ്ങ് ചാടുന്നേ. ചാടാൻ പറ്റില്ല. തക്കാലത്തേക്ക് ഇതങ്ങോട്ട് സെറ്റൊക്കെ സൗണ്ട് നിങ്ങളാരും അവഗണിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒളിച്ചൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇതുവരെ നമ്മൾ ഇതിൻ്റെ അകത്തൊരു സോംബി പോലും കണ്ടിട്ടില്ല. എങ്ങനെ കാണും? നമ്മൾ ഒളിച്ചിരിക്കുക. സൂര്യൻ വന്നു. മഴ പെയ്യാൻ പോകണമെന്ന സംശയം. മഴയൊന്നും പെയ്യാതിരുന്നാൽ കൊള്ളാം. വുഡിനെ നോക്കി നമുക്ക് മെയിനായിട്ട് വേണ്ട ക്രാഫ്റ്റിങ്ങിൻ്റെ ഇതിലുള്ള ഇതാണ്. അതാണിപ്പോൾ നമ്മുടെ മെയിൻ ലക്ഷ്യം. നമുക്ക് ഇവിടെ ഒരു മരം കണ്ടിരുന്നു. ഇനി ആ മരം ഇച്ചിരി ഇതുണ്ടായിരുന്നു. എന്താ അത്?
ചത്ത്. സ്പൈഡർ പോയിന്നാ തോന്നുന്നത്. സൈഡറുണ്ടല്ലോ ഭയങ്കര വലിയ ആളാണ്. അതുകൊണ്ട് കൊല്ലണമെങ്കിൽ വേറെ കുറേ ഐറ്റംസ് വേണം. ഈ വുഡിൻ്റെ പേരാണോ? ഓക്കെ, ഈ വുഡ് ഇതല്ല. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ആടാ, ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. പെട്ടെന്നൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് ഉണ്ടാക്കണം. ഇത് തന്നെയാണ് അതിൻ്റെ പേര്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നമുക്കിത് ഉണ്ടാക്കിയിട്ട് കാണാം. ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റായി. അതെ, ഇനി ഇതിൻ്റെ അകത്ത് വാളും പരിധിയിലും ഇത് വേണം. ഒരു സ്റ്റിക്ക് വേണം അല്ലേ? നമുക്ക് സ്റ്റിക്ക് എവിടെ ഉണ്ടായിരുന്നല്ലോ. സ്റ്റിക്ക് വാളിലേക്ക് കിടക്കാം. ആക്സ് ഒക്കെ സെറ്റായി. യെസ് യെസ് യെസ്. ഒരാക്സും കൂടി മതി. നമുക്ക് ഇതിനകത്ത് ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്തത് ബൗൾ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. ബോട്ട് എങ്ങനെ ഉണ്ടാക്കാം? നമുക്ക് ഇത്രയും ബോട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ബോട്ട് മതി. ഇത് വേണം. ബ്രിഡ്ജ് വിട്ടു. താങ്ക്സ്. ബോട്ട് ഉടനെ ഉണ്ടാക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ ബോട്ട് അല്ല ആവശ്യം. ഇപ്പോൾ നമുക്ക് ഈ സാധനമാണ് ആവശ്യം. സ്റ്റിക്ക് വേണമല്ലേ? സ്റ്റിക്ക്. ഓക്കെ, ഇനി നമുക്ക് ബോട്ടിന് വേണ്ട ഐറ്റം ഇതോടെ ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് പിന്നെ മേടിക്കാം. ആ ഡോർ നമുക്ക് അത്യാവശ്യം. ഡോറിരിക്കട്ടെ. 3 ഉണ്ടാ കുഴപ്പമില്ല. എവിടെയും നമ്മൾ ബോട്ട് കണ്ടല്ലോ. എവിടെയായിരുന്നു ബോട്ട്? ഇത് തന്നെ. അയ്യോ, ഇത് മതി. ഇപ്പോൾ 1 മതി ഗൈസ്. ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബോട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ് ഗൈസ്. അങ്ങോട്ടൊക്കെ പോകണമെങ്കിലൊക്കെ ബോട്ട് വേണം. ഇരുട്ടാവുന്നുണ്ടോ എന്നൊരു സംശയം. അവിടെ ഇത്ര പെട്ടെന്ന് ഇരുട്ടാവണോടാ? എന്താ എൻ്റെ പേര്? ഇവിടുന്ന് ഒന്നെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോണം. മേബി അത് നമ്മൾ പൂഗാവനത്തിലേക്കെത്തി. ചത്ത്. എൻ്റെ മനസ്സ് പറയുന്നു ഇവിടെ എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടെന്ന്. അതെ, എൻ്റെ മനസ്സ് പറയുന്നു ഗൈസ്, ഇവിടെ എവിടെയോ വില്ലേജ് ഉണ്ടെന്ന്. കാരണം ഈ പൂമ്പാങ്കനം ഉള്ളതിൻ്റെ അടുത്താണ് ഞാൻ വില്ലേജ് കണ്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 10 മിനിറ്റ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മളങ്ങനെ അധികം ക്ലിപ്പൊന്നും കട്ട് ചെയ്യാതെയാണ് എടുക്കാറ് വീഡിയോസ്.
ശരാ ആടാ ഉണ്ടെന്ന് തോന്നുന്നു. ഈ പൂക്കള് അതിൻ്റെ സൂചകരമാണെന്ന് എനിക്ക് അനുഭവമുണ്ട്. ഇവിടെ നിന്നൊരു തക്കാളത്തേക്ക് പോകാൻ നോക്കാമെന്ന്. പംകിനെ കണ്ട ഉറപ്പിക്കായിരുന്നു. ഇവിടെ പംകിൻ പോയിട്ടൊരു കുന്തമില്ല. ചത്ത് 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 പകുതി ഹാർട്ട് പോയി. അതുകൊണ്ട് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പകുതി ഹാർട്ട് പോയി. ഇഷ്ടംപോലെ പൂക്കളടാ, ഇഷ്ടപ്പെട്ടു. പറഞ്ഞ പോലെ നമുക്ക് ബെഡ് വേണ്ടേ? വെള്ളം മതി. 3 നമുക്ക് വേണം. ഇപ്പം നമുക്ക് ഒന്നിനെ തട്ടാം. നമ്മുടെ കയ്യിൽ ഇവനെ ഇരിക്കുമ്പോൾ എന്തിനാണ് വേറെ ഇങ്ങനെ കയറി വരണമെന്നറിയാവോ? നിൽക്കടാവിടെ നിന്നെ കൊല്ലും. ഇനി ആരെങ്കിലും 2 കൂടി ഇതോട്ടിരിക്കുന്നു. ഇനി വില തന്നെ വേണം. ഇതൊക്കെ വേറെ തിന്നാനും കിട്ടി. ഇതൊക്കെ എന്തിനാടാ ഇങ്ങനത്തെ ഓരോ ശബ്ദങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കാൻ? സത്യം പറഞ്ഞത് മനുഷ്യനെ പഠിപ്പിക്കാനാണ്. നമ്മളിപ്പോൾ ബെഡുണ്ടൊക്കെ മാത്രമാണ് ഇമാരൊക്കെ കൊല്ലുന്നത്. അല്ലെങ്കിൽ ഞാൻ കൊല്ലുന്ന ഒരാളാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ അകത്ത് വീട് പോയേനെ. അപ്പുറത്ത് വില്ലേജ് ഉണ്ട് എന്നാ തോന്നുന്നത്. ഒരു ഇതും ഇല്ലല്ലോ ദൈവമേ. ഒരാളെ പോലും ഇപ്പോൾ കാണുന്നില്ല. വന്നപ്പോൾ കുറേ ചെമ്മരിയാടുണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റ എണ്ണത്തിനെ കാണാനില്ല. അതങ്ങനെയാണ് മൈൻക്രാഫ്റ്റിൽ. നമുക്ക് ആവശ്യമുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും വരില്ല. എനിക്ക് ബെഡ് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അമ്മേ ചത്തിട്ടില്ല കേട്ടാ. ചത്തേനെ ചാവും തോന്നി. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവണം. ഞാൻ ആടിൻ്റെ ഒരു കരച്ചിൽ ചെറുതായി കേട്ടു. അങ്ങനെയാണ് ഞാനിവിടെ വന്നടാ. സൂര്യൻ അസ്തമിക്കാറായടാ. നീ മണ്ണിൻ്റെ അടുത്ത് തന്നെ പൂത്തിരിക്കാനാണ്. അതേ പറ്റുള്ളൂ. ഒന്ന് മതി, ഒന്നേ ഒന്ന്. അല്ലാതെ ഇറങ്ങാൻ തുടങ്ങി. ഞാൻ ചത്ത് എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പായി. ഞാൻ കുഴിച്ചിരിക്കാൻ പോകണം. വേണ്ട. ഞാൻ പെട്ടെന്ന് തന്നെ കുഴിഞ്ഞു പോട്ടെ. ഞാൻ ചത്തുപോകും. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ബൈ ബൈ. നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് നാളെ വരുന്നതായിരിക്കും.